നമ്മൾ ഓരോ മനുഷ്യന്മാരും ജീവിക്കുമ്പോൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അയ്യ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ പോണേ, ഇത് നല്ലൊരു ട്രാക്ക് തന്നെയാണോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ ഒരു കാലത്ത് നന്നാവാൻ പോണില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തൂല, ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ അല്ലേ? പൊതുവെ അങ്ങനെ ചിന്തിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനൊന്ന് റീസെറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എൻഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എങ്ങനെ നമ്മുടെ ലൈഫിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ള കുറച്ച് പോയിന്റ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ സക്സസ് ആയിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം പൊതുവേ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യരാകുക എങ്ങനെയാണ് ആവേണ്ടതെന്നുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും വളരെ പഞ്ച്വലായിട്ട് പ്രൊഡക്റ്റീവായിട്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് സക്സസ്സിലേക്ക് എത്താനും പറ്റും കേട്ടോ. നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാം പ്രൊഡക്റ്റീവാണ്. നമ്മൾ എഴുന്നേൽക്കുന്നതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ടൈമൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്കാർക്ക് സക്സസ് ആവുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, അവർക്ക് പെട്ടെന്ന് പറ്റും. ഇനി ഇൻ കേസ് ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു ഇന്ന ഡേറ്റിൽ സക്സസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ സക്സസ് ആവാൻ പറ്റും എന്ന് ആരോടും പറയാൻ പറ്റില്ല. നീ എത്രത്തോളം നിനക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, നീ എന്താണോ നീ എടുത്തിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നീ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നീ പഠിക്കുന്ന കാര്യത്തിൽ നീ എത്രത്തോളം സീരിയസ് ആണ്, നീ അത് എത്രത്തോളം പഠിക്കുന്നുണ്ട് ഓരോ ദിവസവും. അതുപോലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ടോപ്പിക്കിനോട് എത്രത്തോളം അവരുടെ ടൈമും അവരുടെ എഫേർട്ടൊക്കെ ഇടുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രം നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പം അതിനായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ മനുഷ്യരാണ് എപ്പോഴും ഒരു ലേസിനെസ് ആയിരിക്കും. എന്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ രീതിയിൽ പോകാം, അല്ലെങ്കിൽ എനിക്ക് വയ്യ ഇതൊന്നും മുന്നോട്ട് ഇതൊക്കെ കടിച്ചു വലിച്ച് എത്ര എനിക്കിങ്ങനെ ഒന്നും എഫേർട്ട് എടുക്കാൻ വയ്യ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കൂലേ? ഞാൻ ഇടയ്ക്കും ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ആ ചിന്തിക്കുന്നിടത്ത് തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് ഞാൻ ലൈഫ് റീസെറ്റ് ചെയ്യാൻ പറഞ്ഞത്. നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്വഭാവത്തോട് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സക്സസ് എന്ന് പറയുന്ന ട്രാക്കിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് റീസെറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ്സ് ആട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റായിട്ട് പറയാനുള്ളത്, കിൽഡ് ഓൾഡ് സ്റ്റോറി. നമ്മളെല്ലാവരുടെ ലൈഫിലും എപ്പോഴും നമുക്ക് എല്ലാവർക്കും നമ്മളോട് തന്നെ, നമ്മുടെ സെൽഫിനോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഐ ആം അൺലക്കി. ഇത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒരു പരിധി വരെ ഞാൻ എൻ്റെ ലൈഫിനെ റിയലൈസ് ചെയ്യാൻ, ലൈഫ് എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ ചിന്തിച്ച പോലെ നമ്മളെ ലൈഫ് വരുമോ എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ ചിന്തകൾ മാറ്റി തുടങ്ങിയത്. അന്നേ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഐ ആം അൺലക്ക് എന്നുള്ളത്. പൊതുവേ എൻ്റെ ഉള്ളിൽ പതിഞ്ഞെടുക്കുന്ന ഒരു സംഭവം കേട്ടോ ഞാൻ അൺലക്ക് എന്നുള്ളത്. ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും കുഞ്ഞു പ്രോബ്ലംസ് ആളുടെ ജോബിൽ കാര്യങ്ങളിലൊക്കെ വന്നാൽ ഞാൻ അപ്പം പറയും ഞാൻ അൺലക്കാണ്, ഞാൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടാണ് നിങ്ങളിങ്ങനെ ആവണം, നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരുന്നതെന്നൊക്കെ. ഐ തിങ്ക് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം വരുമ്പം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നതെന്നറിയോ, ഞാൻ അൺലക്കാണ്, എൻ്റെ അൺലക്കാണ് ഇവർക്കൊക്കെ ബേസ് ചെയ്തത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഐ എം അൺലക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നറിയോ, ഞാൻ എന്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും അത് നടക്കില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് സംഭവം ആയിക്കോട്ടെ, അത് കുഞ്ഞ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ടൈം എടുക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഒരു ഡിലേ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക. എന്താണെന്നറിയോ, നമ്മളെ ബ്രെയിനിൻ്റെ അടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മുടെ ലൈഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബ്രെയിന് അതന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ഒന്നാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെയിനും ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അത് സത്യമുള്ള കാര്യം കേട്ടോ. ഞാൻ എപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയോ അതുകൊണ്ട് എൻ്റെ ലൈഫിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ എൻ്റെ അൺലക്ക് എന്നല്ല വിചാരിക്കാറ്. ആ പ്രശ്നം എന്തോ ഒരു റീസൺ കാരണം വന്നു, ഞാൻ അതിനെ എങ്ങനെ മറികടക്കാം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് മാറി ചിന്തിക്കാനുള്ളൊരു ബോധവും കാര്യങ്ങൾ വന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളോട് ഞാൻ അൺലക്കാണ്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല, അല്ലെങ്കിൽ ഐ കാൺ ഫോക്കസ്, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ബിസിനസ് ഭയങ്കര സ്ലോ ആണ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും, ഒരു ചെറിയൊരു നേട്ടം വന്നാൽ പോലും നിങ്ങളുടെ കണ്ണിൽ അത് സ്ലോ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു വേരിയേഷൻ ഇല്ലേ, നിങ്ങൾക്ക് കുറച്ചൊരു കുഞ്ഞൊരു കയറ്റം കിട്ടിയതുപോലെ നിങ്ങൾ സന്തോഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുക.
ഐ വിൽ ഡു, ഞാൻ എല്ലാം ചെയ്യും, എന്നെക്കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളോട് തന്നെ കുറേ കാര്യങ്ങൾ മാറ്റി എഴുതുക. നമ്മൾ ഈ പറയുന്ന സ്റ്റോറീസൊക്കെ ഞാൻ ലക്കിയാണ്, ഐ എം ലക്കി, ഞാൻ ഭയങ്കര ലക്കിയാണ് എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വീണു പോവുകയാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റിയില്ല, ഞാൻ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് അടുത്ത് എന്തായാലും അത് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്സിന് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പവറാണ്. നിങ്ങളിനി അൺലക്കി പറഞ്ഞാലും ലക്കി പറഞ്ഞാലും നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ് ചിലപ്പോൾ ആ പ്രോബ്ലമായി തന്നെ വരാം. പക്ഷേ നിങ്ങൾ അൺലക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴത്തിൽ വീഴുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും. എന്നാൽ അല്ല, ഐ ആം ലക്കി, ഈ ഒരു പ്രശ്നത്തെ ഞാൻ തരണം ചെയ്യും, എനിക്ക് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു സംഭവത്തെ വേഗം മറികടക്കാനും പെട്ടെന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനോ സാധിക്കും. അതാണ് നിങ്ങളുടെ മൈൻഡ് പവർ. അതിനൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഓൾഡ് സ്റ്റോറീസൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യുവർ ബ്രെയിൻ ബിലീവ്സ് റിപ്പീറ്റേഷൻ. നിങ്ങൾ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഐ ബിൽഡ് മൈ സെൽഫ് ഇൻ സ്ട്രോങ് എന്നോ, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടെല്ലാം സാധിക്കും, അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ട് ശ്രമിക്കുക. പിന്നെ മണി എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അത് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. ചില ആൾക്കാർക്ക് പണത്തിന് അത്ര വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് മണി എന്നുള്ളതും, അത് എൻ്റെ ലൈഫിലേക്ക് വേണം, എനിക്ക് ആവശ്യത്തിന് ഉതകുന്ന ഒരു കാര്യമാണ് മണി എന്നുള്ളതും. അത് അല്ലാണ്ട് ചില ആൾക്കാരുണ്ട്, എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, ഓക്കെ ഇത് മതി എന്നുള്ളത് അല്ല കേട്ടോ. മണി നമുക്ക് വളരെ വലിയ വാല്യൂ തരുന്നൊരു കാര്യമാണ്, വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ് മണി. നമുക്ക് വാല്യൂ തരുന്ന ഒരു കാര്യമാണ് മണി, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സക്സസ് ആവണം എന്നുള്ളൊരു മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടുന്ന ഒരു കാര്യം. സൈലൻസ് കമ്പാരിസൺ. നമ്മൾ കമ്പയർ ചെയ്യരുത് മറ്റുള്ളവരായിട്ട്. ഇത് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പൊതുവെ അതേ ഏരിയയിലുള്ള ആൾക്കാരുമായിട്ട് അവരുടെ സക്സസ് ലൈഫൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ 4 വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ അവരത് നേടിയെടുത്തില്ലേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഈ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഫോക്കസ് ഉണ്ടാവേ ഇല്ല. നമ്മൾ അവർ എന്താണോ ചെയ്യുന്നതും ഇങ്ങനെ നോക്കിക്കണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. ആ വ്യക്തി സക്സസ് ആവാൻ വരച്ച വഴിയിലൂടെ പോയാൽ എനിക്ക് സക്സസ് ആവാൻ പറ്റില്ല. ആ ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുക. ഞാൻ സക്സസ് ആവണമെങ്കിൽ ഞാൻ വരച്ച വഴി അല്ലെങ്കിൽ ഞാൻ തയ്യാറാക്കിയ എൻ്റെ ഓൺ ഗോൾ വഴി അല്ലെങ്കിൽ ആ ഒരു വഴി മാത്രമേ എനിക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. വേറൊരാൾ ചെയ്ത അതേ രീതിയിൽ ഞാൻ ചെയ്യാൻ ഇറങ്ങിയാൽ ഞാൻ തോൽക്കുകയുള്ളൂ. കാരണം അത് ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ളൊരു വഴിയാണ്, അത് ആ വ്യക്തി പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനനുസരിച്ച് ചാടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോൾ പൊതുവേ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സക്സസ് ആയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നോക്കി ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം നമ്മൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ സക്സസ് വരാൻ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സക്സസ് വരാം, ചെറിയ ഭാഗ്യം കൊണ്ട് സക്സസ് വരാം അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ എന്താണോ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ മുന്നോട്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പോകുന്നു അത്രയും പെട്ടെന്ന് എനിക്ക് സക്സസ് എത്തിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര പാനിക്കാവും, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമുക്കായിട്ടുള്ളൊരു തോട്ട്സോ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവരിതൊക്കെ ചെയ്തിട്ടല്ലേ സക്സസ് ആയി, അപ്പോൾ ഞാനത് ചെയ്യട്ടെ. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ് ഫീൽ വരിക. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാം, ആ വ്യക്തി സക്സസ് ആയത് അവരുടെ ഹാർഡ് വർക്കിംഗ് എന്താണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ നല്ലൊരു കമ്പാരിസൺ ഇല്ലേ, അവരെങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ അടുത്ത് എന്താണോ പ്രശ്നം, അവരുടെ അടുത്ത് എന്താണോ അവർ ചെയ്തതിലൊരു ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാം. അത്രമാത്രം അതിൽ കൂടുതൽ നോക്കാതിരിക്കാൻ ശ്രമിക്കാം. ഡിഫൈൻ സക്സസ് ക്ലിയർലി. നമുക്കെല്ലാവർക്കും സക്സസ് ആവണമെന്നുണ്ട്, പക്ഷേ എവിടെ എന്താണ് ആദ്യം സക്സസ് ആവേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ സക്സസ് ആവേണ്ടത് ഒരു ക്ലിയറും ഉണ്ടാവില്ല. ഇപ്പം ഒരു വ്യക്തിക്ക് സക്സസ് ആവും, ബിസിനസ് സക്സസ് ആവണം, അതോടൊപ്പം ഫിനാൻഷ്യൽ ആ വ്യക്തിയുടെ ആ ഒരു സ്റ്റാറ്റസ് സക്സസ് ആവണം, വ്യക്തിയുടെ പൊതുവെയുള്ള ഗുഡ് വില്ലില്ലേ അത് ആ രീതിയിൽ കുറച്ചും കൂടി റീച്ച് ആവണം. ഇങ്ങനെ എല്ലാ രീതിയിലും സക്സസ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എവിടെ ആദ്യം ഞാൻ സക്സസ് ആയാലാണ് എനിക്ക് ബാക്കി എല്ലാ സക്സസ്സും പിന്നാലെ വരും എന്നുള്ളതൊക്കെ ഒരു തോട്ട്സില്ലേ നമുക്ക്. നമ്മളെല്ലാത്തിനും കൂടി ഒന്നിച്ചു ഓടാതെ നമ്മൾക്ക് ഒരു ക്ലിയർ ഉണ്ടാവണം, ഡിഫൈൻ ചെയ്യണം എൻ്റെ സക്സസ് എവിടെയായിരിക്കണം എന്നുള്ളത്. അതെൻ്റെ ചോദ്യം നിങ്ങളോട് തന്നെയാണ് ചോദിക്കേണ്ടത്, ഞാൻ എവിടെയാണ് സക്സസ് ആവേണ്ടത് എന്നുള്ളത്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം ഇപ്പോൾ
ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് വീഡിയോ ആണ്. ഇത് എനിക്ക് താല്പര്യമുള്ളൊരു ടോപ്പിക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ സൈക്കോളജി കൗൺസിലിങ്ങിൻ്റെ സൈക്കോളജി സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഡിപ്ലോമ ചെയ്ത് പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ തുടങ്ങി. ഇതെനിക്ക് ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കായിരുന്നു. അത് പിന്നീട് എൻ്റെ ലൈഫിൻ്റെ ഈ ഒരു ഭാഗമായി ഒരുപാട് ഏരിയയിലേക്ക് വന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഞാൻ പഠിക്കുകയാണ് വേണ്ടതെന്നും ഞാൻ പഠിച്ചു. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് സക്സസ് ആവേണ്ടത്, ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്യണം, നിൻ്റെ സക്സസ് എന്താണ് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ചില ആൾക്കാർക്ക് ഇൻകം ആയിരിക്കാം, ചില ആൾക്കാർക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കാം, ചില വ്യക്തികൾക്ക് എഡ്യൂക്കേഷൻ ബേസ് ആയിരിക്കാം. എന്താണ്, എവിടെയാണ് നീ സക്സസ് ആവേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും ഞാൻ ഏത് ഭാഗത്താണ് സക്സസ് ആവേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. വീട്ടമ്മയിൽ നിന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് BCom ആയിരുന്നു. അപ്പം ഞാൻ പഠിച്ച ഒരു വഴിയിലെ ഒരു ടോപ്പിക്കേ അല്ലായിരുന്നു ഇത്. പക്ഷെ ഞാൻ ഇതിലേക്ക് പോകാൻ കുട്ടി പ്രായം തൊട്ടേ ഉണ്ട്, ആ ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത്, എന്താണ് എൻ്റെ ടോപ്പിക്കെന്നും അല്ലെ എന്തായിരിക്കണം ഞാൻ പഠിക്കേണ്ടതെന്നും ഒന്നും അറിയില്ല. കാരണം സാധാരണ കൂലിപ്പണിക്കാരൻ്റെ അച്ഛനും അമ്മേൻ്റെയും മകളായി ജനിച്ചിട്ട് അവർക്കറിയില്ല എന്ത് പറഞ്ഞു തരണം, എങ്ങനെ പഠിക്കണം. അത്യാവശ്യം പഠിക്കും, ഭയങ്കര പഠിക്കുന്നല്ല, അത്യാവശ്യം പഠിക്കും. പക്ഷേ അതുകൊണ്ട് ഓളത്തിനനുസരിച്ച് പഠിച്ചു പോയ ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് അംബിഷൻ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഞാൻ മെച്ചുവേർഡായി, ഞാൻ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ടായി തന്നെ. ഒരുപാട് ലേറ്റാണ്. പക്ഷെ ഇന്നത്തെ മക്കളൊന്നും അങ്ങനെയല്ല. അവർക്ക് ലൈഫിൽ ചെറിയ പ്രായം തൊട്ട് അവർക്ക് അംബിഷൻ ഉണ്ട്, അവർക്ക് അവരുടെ ഡ്രീം ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ, ഒരു ക്ലിയർ ആയിട്ട് സക്സസ് എങ്ങനെയായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അത് ഇൻകത്തിൻ്റെ നമ്പർ അനുസരിച്ച്, നമ്പർ വരെ കേട്ടോ, നിങ്ങൾക്ക് എത്ര ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യണം എന്നുള്ള നമ്പർ അടക്കം നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അത് സക്സസ് മൈൻഡ് സെറ്റിന് അത്യാവശ്യമാണ്. നിങ്ങളുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുക നിങ്ങളുടെ സക്സസ്സിന്. അടുത്തത് ഫിയർ എക്സ്പോഷർ എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ഒരുപാട് പേടികളുണ്ടല്ലേ. പേടികൾ നമ്മളെ തോൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ്. പല പേടികൾ കാരണമാണ് പലരും സക്സസ് ആവാതെ പോണതും അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാരോട് പറഞ്ഞാൽ ആ വ്യക്തികൾ എന്ത് തിരിച്ച് റിയാക്റ്റ് ആയിരിക്കും എന്ന് ഓർത്ത് പറയാതെ പോയ കുറേ കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ചില വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലവരയെ മാറുമെന്ന് അറിയെങ്കിലും അവിടെ അത് പോയി പെർഫോം ചെയ്യാനുള്ള പേടിയുള്ളതുകൊണ്ട് ഇപ്പോഴും ഒരേ പോസ്റ്റിലിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരുപാട് റീസൺസ്, പേടി എന്ന് പറയുന്ന റീസൺ കാരണം നമ്മളുടെ ലൈഫ് പല സ്ഥലങ്ങളിലും സ്റ്റക്കായിട്ടുണ്ടാവും. പേടി എന്ന് പറയുന്നത് വലിയ വില്ലനാട്ടോ. അത് എല്ലാ മനുഷ്യരിലും അവിടെ ഇവിടങ്ങളായിട്ടുണ്ടാവും. ചില വ്യക്തികളിൽ അത് വളരെ കൂടുതലായിരിക്കും. പേടി ഒരുപാടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കർ എന്ന രീതിയിൽ എനിക്ക് പോയി എവിടെ പോയി ക്ലാസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. പക്ഷേ ഇപ്പോഴും എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പാകത്തിന് ഞാനിപ്പം ടോക്കറ്റീവാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു പൊതു സദസ്സിൽ പോയി എന്നോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് അത് പേടിയാണ്. പക്ഷേ ആ പേടി ഞാൻ മാറ്റി വെക്കുകയും എൻ്റെ ആ ഒരു കംഫർട്ടബിൾ സോൺ ഞാൻ പൊട്ടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്ന സക്സസ്സിലേക്ക് എനിക്ക് എത്താൻ പറ്റൂ അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പല പേടികളുണ്ടാകും. എൻ്റെ പേടിയായിരിക്കില്ല നിങ്ങളുടെ പേടി. അപ്പോൾ നിങ്ങളുടെ പേടികളെ നിങ്ങൾ എഴുതി വെക്കുകയും അതിനെ പൊട്ടിച്ചെറിയാനുള്ള ധൈര്യത്തെ സംഭരിച്ചിട്ട് അതിനെ പൊട്ടിച്ചെറിയുകയാണെങ്കിൽ സക്സസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. സക്സസ് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ചോദ്യം അല്ലെങ്കിൽ ഒരു അവസരം ചോദിക്കുകയേ വേണ്ടൂ. ചിലപ്പോൾ അത് കിട്ടുമായിരിക്കാം, പക്ഷെ അത് ചോദിക്കാനുള്ള മടി അല്ലേ. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു പേടി കാരണം കൊണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നവരാണെങ്കിൽ അതിനൊന്ന് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാം മൈൻഡ്, ഷാർപ്പ് ഡിസിഷൻ കേട്ടിട്ടുണ്ടോ? കാമായിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല ഡിസിഷൻസ് ഭയങ്കര ഷാർപ്പായിരിക്കും. മെൻ്റൽ ക്ലീൻ ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, നമ്മളെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൈൻഡാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും. എന്നിട്ട് നമ്മളെല്ലാം ഹറിബറി ആക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ കാമായിട്ട് ക്വയറ്റായിട്ട് നമ്മളൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെന്നാണ് പൊതുവെ പറയുക. കാരണം നമ്മൾ ഭയങ്കര ഹറിബറിയാണ്. നമുക്കൊരു കാര്യമുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് സക്സസ് ആക്കണം, ഏത് രീതിയിൽ പോയിട്ടാണ് സക്സസ് ആക്കണം എന്ന് വെച്ച് നമ്മൾ വളഞ്ഞ വഴിയും അങ്ങനെ ഒരുപാട്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഒരു കാരണമില്ലാതെ കിടന്ന്
അതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ സക്സസ് ആവുമോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമുക്കിപ്പം ചില ഡിസിഷൻ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എടുക്കേണ്ടി വരുമായിരിക്കും. ചില ആൾക്കാരുണ്ടാവും പടപടാ ഡിസിഷൻസ് എടുക്കും, എന്നിട്ട് ആ ഡിസിഷൻസ് ഓരോന്നും പൊളിയും ചെയ്യും. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കാമായിട്ടിരിക്കാനും ഷാർപ്പായിട്ടുള്ള ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പവർ നമ്മൾ നേടിയെടുക്കുക. ഇനി ഞാൻ ഇപ്പോൾ പറയാം, നമ്മൾ ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. നമ്മളടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ വ്യക്തി എന്താണ് പറയണതെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള ഒബ്സർവേഷൻ ഉണ്ടാവണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും മറ്റും ബിസിനസ്സിൻ്റെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കില്ലേ. ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്കുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ള സക്സസ്സോ അതുമായിട്ടുണ്ടാവും. അതിന് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഒരുപാട് കാം മൈൻഡുള്ളൊരു മനുഷ്യനായിരിക്കണം, എന്നാലേ സക്സസ് വേഗം എത്തുള്ളൂ കേട്ടോ ലൈഫിൽ. നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതിനെ മനസ്സിലാക്കിയെടുക്കുക, നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റുക. അല്ലാതെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും അല്ലെങ്കിൽ നമ്മൾ ഹറി ആയിട്ടില്ല എനിക്ക് എങ്ങനെയൊക്കെ ഒന്ന് സക്സസ് ആണെന്ന് വെച്ചാൽ ഹറി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആകാൻ ഭയങ്കര പാടായിരിക്കും. എൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറയും, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി, എന്നിട്ട് നോക്കിയാൽ ഞാനിപ്പോഴും അതേ അവസ്ഥയിലിരിക്കുന്നത്, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ളത്. ശരിക്കും നമ്മൾ കാമായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സ്പീഡ് വേണ്ടെന്നല്ല, നമ്മൾ സ്പീഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ് വരും. പക്ഷേ അത് നമ്മൾ ഹറിബറി ആയിട്ട് പൊട്ടത്തരങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാതെ കാമായിട്ട് ഷാർപ്പ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക, അങ്ങനെ ശീലിക്കുക. ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത് ലേൺ ഫ്രം വിന്നേഴ്സ്. നമ്മൾ വിന്നറായിട്ടുള്ള നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ഫീൽഡിലുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതേ പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോബ് ആയിക്കോട്ടെ അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരുടെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കേൾക്കാനുണ്ടാവാം, റീഡ് ചെയ്യാം, വായിക്കാൻ ബുക്ക് കിട്ടാം, എന്തായിക്കോട്ടെ. വളരെയധികം സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെയുള്ള ബയോഗ്രഫിയോ എന്തായിക്കോട്ടെ, ഒരു സക്സസ് സ്റ്റോറീസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി ചെറിയ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന ക്ലിപ്സ് ആണെങ്കിലും എന്തായിക്കോട്ടെ, അത് വായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്റ്റ്സ് ഉണ്ട്, ഒരുപാട് കടബാധ്യതകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് ഇതേ കടബാധ്യതയ്ക്ക് ആ വ്യക്തിക്കും ഇതുപോലെ ഹ്യൂജ് കടബാധ്യതകൾ അതിൽ നിന്ന് മാറി വന്നിട്ടുള്ളതൊക്കെ ചിലപ്പോൾ അതിൽ വായിക്കാൻ കേൾക്കാം. അതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി പോയ വഴികൾ എന്താണെന്നും ആ വ്യക്തി എങ്ങനെയാണ് സക്സസ് ആയിട്ടുള്ളതെന്നും ആ വ്യക്തി എന്തൊക്കെ വഴികളിലൂടെയാണ് പോയിട്ടുള്ളതെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് കൈൻഡ് ഓഫ് എന്താ പറയണ്ടേ കമ്പാരിസൺ ആണോ എന്നുള്ളത്. കമ്പാരിസൺ അല്ല, നമ്മുടെ അതേ ഫീൽഡിൽ നമ്മളുടെ അതേ സമയത്ത് നിൽക്കുന്ന ആ വ്യക്തികളുടെ ഉയർച്ചയെ അല്ലെങ്കിൽ അവർ വിൻ ചെയ്തതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിന് നമ്മൾ നോക്കി നമ്മൾ അതേപോലെ കമ്പയർ ചെയ്യാനും അവർ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് കമ്പാരിസൺ ആവുന്നത്. നമുക്ക് മുമ്പേ നടന്നിട്ടുള്ള ഒരുപാട് സ്റ്റോറീസുകളും അത് അവരുടെ ബയോഗ്രഫിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ആ ഒരു സമയത്ത് അവർ നേടിയെടുത്ത കാര്യങ്ങളാണ്. ഇത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്, നമുക്ക് നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വായിക്കാനും അറിയാനും വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഈ വിന്നിങ് എന്ന് പറയുന്നത് അത് ഒരു സ്ഥാനമല്ല എല്ലാവർക്കും ഉള്ള, അതൊരു പ്രക്രിയയാണ്. നമുക്ക് ആ വ്യക്തികൾക്ക് അവർ വിൻ ചെയ്തു, അവർ പാസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഇപ്പോഴെന്താണോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അങ്ങനെയായിട്ടായിരിക്കാം ചിലപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ മുമ്പിലും അങ്ങനെയാട്ടോ. ഇതിപ്പം നിങ്ങൾ വിചാരിക്കുക അവർ ഒരു വിന്നറാണല്ലോ, അല്ല, അവർ വിൻ ചെയ്തു. നമ്മളിപ്പോൾ ഒരു പ്രക്രിയയിലാണുള്ളത്. നമ്മൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാർഡ് വർക്കിൻ്റെയും നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെയൊക്കെ ആ ഒരു ആൻസർ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കിട്ടും. ചിലപ്പോൾ നമ്മളും ഒരുപാട് വ്യക്തികളുടെ വായിക്കാനും അറിയാനും ഉള്ളൊരു പുസ്തകമായി മാറും നാളെ നമ്മളും. ആ ഒരു ബോധത്തോടു കൂടെ മുന്നോട്ട് പോവുക. സക്സസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതെങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ പ്രയാസമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാത്ത ആരുമില്ല. സക്സസ് ആയി ഇപ്പോഴും ഉയരങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് എത്തിയവരാണ്, ഇനി അങ്ങോട്ടും തരണം ചെയ്യും, ഇപ്പോഴും തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളാണെന്നും നമ്മളിതൊക്കെ മറികടക്കും, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സക്സസ് ആയി. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ, നിങ്ങൾ അവിടെ സക്സസ് ആയി, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സക്സസ്ഫുൾ പേഴ്സൺസ് ആകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയായിരുന്നോ അവിടെയല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ടൈം പീരീഡ് എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ജേർണി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ ഫോക്കസ്ഡ് ആണ് എൻ്റെ ലൈഫിൽ. അപ്പം അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ്ഡ് ആകട്ടെ. നമ്മളുടെ ചിലപ്പോൾ വിജയം എന്ന് പറയുന്നത് ദൂരെ ആയിരിക്കാം, ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, എന്തായിക്കോട്ടെ, യു ഫോക്കസ് യുവർ
എന്താ പറയുക, നിങ്ങളുടെ സെൽഫിനോട് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പഠിത്തമായിക്കോട്ടെ, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു ദിവസം സക്സസ് ആയിട്ട് വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സക്സസ് ജേർണിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എവിടെയും തോറ്റു പോകരുത്, എവിടെയും മനസ്സ് മടുത്തിരിക്കരുത്. മൈൻഡ് സെറ്റ് ഈസ് ദ വെരി പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ മൈൻഡ് വളരെ സെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സക്സസ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം സക്സസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.